നമസ്കാരം. ബഹുമാനപ്പെട്ട കോടതി നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ വേളയിൽ ദിലീപിൻ്റെ ആദ്യ പ്രതികരണം നിയമവൃത്തങ്ങളിലും പൊതുസമൂഹത്തിലുമൊക്കെ തന്നെ വളരെയധികം ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു. കോടതി നടപടികൾക്കിടെ തികച്ചും ശാന്തനും ആശങ്കാഭരിതനുമായിട്ട് കാണപ്പെട്ട ദിലീപ് വിധി അനുകൂലമായതോടെ തൻ്റെ ഭാവത്തിൽ വ്യക്തമായ മാറ്റം വരുത്തുകയുണ്ടായി. പുറത്തു വന്ന ഉടൻ തന്നെ തനിക്കെതിരായി നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ഗൂഢാലോചനയെക്കുറിച്ച് അദ്ദേഹം ശക്തമായ പ്രസ്താവനയാണ് നടത്തുകയുണ്ടായത്. ഈ കേസിൻ്റെ പിന്നാമ്പുറങ്ങളിൽ തനിക്കെതിരായി നടന്ന നീക്കങ്ങളിൽ ഒരു റിട്ടയർഡ് DGPക്കും മുൻ ഭാര്യ മഞ്ജു വാര്യർക്കും പങ്കുണ്ടെന്ന് അദ്ദേഹം പരസ്യമായി ആരോപിക്കുകയും ഈ ഗൂഢാലോചനയുടെ മുഖ്യ ആസൂത്രക മഞ്ജു വാര്യരാണെന്ന് നിസ്സംശയം പ്രസ്താവിക്കുകയും ചെയ്തു. ഈ ആരോപണങ്ങൾ കേസിൻ്റെ നിയമപരമായിട്ടുള്ള ഭാവിയിലും അതോടൊപ്പം തന്നെ പൊതുജന അഭിപ്രായത്തിലും വലിയ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ദിലീപിൻ്റെ ഈ നിർണായക പ്രസ്താവനയെ അദ്ദേഹത്തിൻ്റെ മുതിർന്ന അഭിഭാഷകനായ അഡ്വക്കേറ്റ് രാമൻപിള്ള പൂർണ്ണമായി അനുകൂലിക്കുകയുമുണ്ടായി. ഈ കേസ് ദിലീപിനെ മനഃപൂർവ്വം കുടുക്കിയതാണെന്ന നിലപാടാണ് അഭിഭാഷകൻ സ്വീകരിച്ചത്. ചില പോലീസ് ഉദ്യോഗസ്ഥരും തൻ്റെ കക്ഷിയുടെ മുൻ ഭാര്യയും ചേർന്ന് നടത്തിയ ആസൂത്രിത നീക്കമാണ് ഈ ആരോപണങ്ങൾക്ക് പിന്നിലെന്ന് അദ്ദേഹം വാദിച്ചു. തൽഫലമായി ഒരു നിരപരാധിയായ വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിലെ 9 വർഷങ്ങൾ നഷ്ടമായെന്നും ഈ ഗൂഢാലോചനയ്ക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഈ പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത് നിലവിലെ നിയമപരമായിട്ടുള്ള വിജയം ഒരു തുടക്കം മാത്രമാണെന്നും നിയമയുദ്ധത്തിൻ്റെ അടുത്ത ഘട്ടം ദിലീപിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധ പ്രത്യാരോപണ നീക്കങ്ങളായിരിക്കുമെന്നുമാണ്. നിലവിൽ കോടതി ദിലീപിനെ കുറ്റമുക്തനാക്കിയിട്ടുള്ള സാഹചര്യത്തിൽ തനിക്കെതിരായ പ്രോസിക്യൂഷൻ ദുരുദ്ദേശപരമായിരുന്നുവെന്ന് അദ്ദേഹം കരുതുന്നുണ്ടെങ്കിൽ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് യാതൊരു നിയമ തടസ്സങ്ങളും ഇല്ല. ഒരു വ്യക്തിയെ തെറ്റായി കേസിൽ കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ ദുരുദ്ദേശത്തോടെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനോ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഏതൊരു പൗരനും നിയമപരമായിട്ടുള്ള അവകാശമുണ്ട്. ഈ സാഹചര്യത്തിൽ ദിലീപും അദ്ദേഹത്തിൻ്റെ നിയമോപദേഷ്ടാവും ഈ അവകാശം ഉപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ നിയമ നടപടി വിജയിക്കണമെങ്കിൽ തങ്ങൾക്കെതിരെ നടന്ന ഗൂഢാലോചനയുടെയും ദുരുദ്ദേശപരമായിട്ടുള്ള ഇടപെടലുകളുടെയും ഒക്കെ തന്നെ വ്യക്തമായ തെളിവുകൾ ഹാജരാക്കേണ്ടത് അത്യാവശ്യമാണ്. ജില്ലാ കോടതിയുടെ വിധി ദിലീപിന് അനുകൂലമാണെങ്കിലും ഈ കേസിൻ്റെ നിയമപരമായിട്ടുള്ള കടമ്പകൾ പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല എന്ന് ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രോസിക്യൂഷൻ വിഭാഗവും സംസ്ഥാന സർക്കാരും ഈ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിജീവിതയുടെ നീതിക്ക് വേണ്ടി സർക്കാർ ഉറച്ചു നിൽക്കുമെന്നും അപ്പീൽ അടിയന്തരമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും നിയമ സാംസ്കാരിക വകുപ്പ് മന്ത്രിമാരുടെയൊക്കെ തന്നെ പ്രസ്താവനകളിൽ നിന്നും വ്യക്തമായി. നിയമോപദേഷ്ടാക്കൾ അഡ്വക്കേറ്റ് ജനറലുമായി കൂടിക്കാഴ്ച നടത്തുകയും അപ്പീലിനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ വേഗത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ദിലീപ് തൽക്കാലം 50% മാത്രമാണ് നിയമപരമായിട്ട് രക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്നതും മാത്രമല്ല, ഹൈക്കോടതിയിലും നീതി ലഭിച്ചില്ലെങ്കിൽ പ്രോസിക്യൂഷനും സർക്കാരിനും സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള അവസരവുമുണ്ട്. അതിനാൽ ദിലീപിൻ്റെ കുറ്റവിമുക്തിക്ക് 2 പ്രധാന നിയമപരമായിട്ടുള്ള കടമകൾ കൂടി ഇനിയുമുണ്ട്. ഈ നിയമ പോരാട്ടത്തിൽ ജില്ലാ കോടതി ഗൂഢാലോചന, അതായത് 120B എങ്ങനെയാണ് തള്ളിക്കളഞ്ഞത് എന്നതിനെക്കുറിച്ചുള്ള വിധിന്യായത്തിലെ വിശദാംശങ്ങൾ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് നിർണായകമാകും. ദിലീപും 1-ാം പ്രതിയും തമ്മിൽ പല സ്ഥലങ്ങളിലും വെച്ച് കണ്ടതിന് തെളിവുകൾ ഉണ്ടായിട്ടും ആ ബന്ധം ഗൂഢാലോചനയായി പരിഗണിക്കാതെ പോയത് എന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ച് വിധിന്യായത്തിൽ വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വൈരുദ്ധ്യങ്ങൾ അതായിരിക്കും ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ ഇനി ശക്തമായിട്ട് ഉന്നയിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഗൂഢാലോചന കേസുകളിൽ തെളിവുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ മുൻ നിരീക്ഷണങ്ങളൊക്കെ തന്നെ ഈ കേസിൽ വളരെ പ്രസക്തമാണ്. ഗൂഢാലോചന 100% തെളിയിക്കാൻ സാധിക്കണമെന്നില്ലെന്നും അതിൻ്റെ ഫ്രാഗ്മെൻറ്റുകളോ അത് ചെറിയ സൂചനകളാണെങ്കിൽ പോലും സാഹചര്യപരമായിട്ടുള്ള തെളിവുകളോ മതിയാകുമെന്നാണ് സമാന കേസുകളിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. 2 വ്യക്തികൾ തമ്മിൽ രഹസ്യമായി സംസാരിക്കുന്നത് നേരിട്ട് തെളിയിക്കാൻ സാധ്യമല്ലെങ്കിലും അവർ കണ്ടുമുട്ടിയതിൻ്റെയോ അല്ലെങ്കിൽ അടുപ്പം പുലർത്തിയിരുന്നതോ അതിൻ്റെ തെളിവുകൾ ആ സാഹചര്യ തെളിവുകളായി പരിഗണിക്കാവുന്നതാണ്. ഈ സാഹചര്യത്തിൽ തനിക്ക് 1-ാം പ്രതിയുമായി പരിചയമില്ല എന്ന ദിലീപിൻ്റെ വാദം പ്രോസിക്യൂഷൻ നൽകിയ തെളിവുകൾ നിലനിൽക്കുന്ന പക്ഷം അത് കോടതിയിൽ ദുർബലമാവാനുള്ള സാധ്യതകളുമുണ്ട്. ഈ വിധി വന്ന സാഹചര്യത്തിൽ WCC ഉൾപ്പെടെയുള്ള സംഘടനകൾ നിരാശ പ്രകടിപ്പിക്കുകയും ഈ വിധി മുൻകൂട്ടി പ്രതീക്ഷിച്ചിരുന്നുവെന്നും നിയമ പോരാട്ടം തുടരുമെന്നും ഇപ്പോൾ അറിയിക്കുകയുണ്ടായി. ഇത് കേസിൻ്റെ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള മാനങ്ങൾ എത്രത്തോളം ശക്തമാണെന്ന് അടിവരയിടുന്നതാണ്. പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ പോകുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം ജില്ലാ കോടതിയുടെ നിരീക്ഷണങ്ങൾ വിശ്വസനീയമല്ലെന്ന് സ്ഥാപിക്കുകയും വിധിന്യായത്തിലെ പിഴവുകൾ കൗണ്ടർ ചെയ്യുകയുമാണ്. ഹൈക്കോടതിയിൽ നീതി ലഭിക്കുമെന്ന ശക്തമായ പ്രതീക്ഷയിലാണ് പ്രോസിക്യൂഷൻ. നിലവിലെ സാഹചര്യത്തിൽ കുറ്റവാളികളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതിനാൽ തന്നെ തനിക്കെതിരെ കള്ളക്കേസ് കെട്ടിച്ചമച്ചുവെന്ന് ആരോപിക്കുന്ന ദിലീപിന് നിയമപരമായിട്ടുള്ള പ്രതികാര നടപടികളുമായി മുന്നോട്ട് പോകാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇതിനായി തൻ്റെ പക്കൽ തെളിവുകളുണ്ടെന്ന് ദിലീപും അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനും പ്രസ്താവിക്കുകയുണ്ടായി. ഈ നിയമ നടപടികൾ അത് ആരംഭിക്കുന്നതിന് അപ്പീൽ നടപടികൾ അവസാനിക്കുന്നതുവരെ കാത്തിരിക്കേണ്ടതുണ്ടോ എന്നതിനെക്കുറിച്ച് നിയമവൃത്തങ്ങളിൽ തന്നെ ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ദിലീപിൻ്റെ ഭാഗത്തു നിന്നുള്ള നിയമപരമായിട്ടുള്ള നീക്കങ്ങൾ ഈ കേസിൻ്റെ ഗതിയെ വീണ്ടും സ്വാധീനിക്കുമെന്നതിൽ സംശയമില്ല.